ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വന്നുപോയി, ക്ഷമിക്കണം. ഇത് നമ്മൾ മൊഡ്യൂൾ 10 ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. അതിനകത്ത് റെക്ടിഫയേഴ്സ് ഒരു ടോപ്പിക്കാണ്, അത് ഇലക്ട്രോണിക്സ് പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് പവർ ഇലക്ട്രോണിക് കമ്പോണൻസുകളാണ്. UJT, FET, JFET, അതേപോലെ തന്നെ SCR, ഡയാക്ക്, ട്രയാക്ക്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. ഈ ഒരു മൊഡ്യൂളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു മൊഡ്യൂളാണ്. നമുക്ക് ഇലക്ട്രിക്കൽ എക്സാം ആയതുകൊണ്ടും ഇലക്ട്രീഷ്യൻ എക്സാം ആയതുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഔട്ട്ലൈൻ മാത്രം നമുക്ക് മതി. ഇൻഡെപ്ത് ആയിട്ട് UJTയുടെ സർക്യൂട്ടുകളെ പറ്റിയോ FETയുടെ സർക്യൂട്ടുകളെ പറ്റിയോ ഒന്നും സിലബസിൽ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഡെപ്തിലേക്കൊന്നും നമ്മൾ തിയറിറ്റിക്കലി പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ ഒരു 2 മൊഡ്യൂളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് തിയറി. അപ്പോൾ നമുക്ക് റെക്ടിഫയർ സ്റ്റാർട്ട് ചെയ്യാം. റെക്ടിഫയറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സെമി കണ്ടക്ടേഴ്സിനെ പറയാം. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസുകളുടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സോഴ്സോ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അതാണ് സെമി കണ്ടക്ടർ എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് നമുക്ക് 2 തരത്തിലായിരുന്നു സെമി കണ്ടക്ടേഴ്സ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും അതേപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ, അതായത് അതിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺസ് മാത്രമാണുള്ളത്. ആ 4 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ആ ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടക്ടിവിറ്റി, അത്ര നല്ല കണ്ടക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി ഫോം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സബ്സ്റ്റൻസുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടറിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിലേക്ക് നമ്മളൊരു എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടർ മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, നല്ലൊരു കണ്ടക്ടിവിറ്റി അത് ഓഫർ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടക്ടിവിറ്റി ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അത്ര നമുക്ക് ചില ആപ്ലിക്കേഷൻസിൽ അത് മതിയാവില്ല. ആ സിറ്റുവേഷൻസിൽ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യും. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഡോപ്പിംഗ് ചെയ്യും. ഈ സെമി കണ്ടക്ടറിലേക്ക് നമുക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യും. അതായത് നമുക്ക് ആവശ്യമുള്ള ചാർജ് ക്യാരിയേഴ്സിനെ ഇമ്പ്യൂരിറ്റി ആയിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ 2 രീതിയിൽ ഡോപ്പിംഗ് ചെയ്തിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അതായത് P ടൈപ്പും N ടൈപ്പും. ഇതിൽ നമ്മൾ P ടൈപ്പിൽ 13th ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുകയും 15th ഗ്രൂപ്പ് എലമെൻസിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് N ടൈപ്പ് സെമി കണ്ടക്ടർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് 13th ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് 13 ഗ്രൂപ്പിൻ്റെ വാലൻസ് ഷെല്ലിനകത്ത് 3 ഇലക്ട്രോൺ ആണുള്ളത്. 15 ഗ്രൂപ്പ് വാലൻസ് ഷെല്ലിനകത്ത് 5 ഇലക്ട്രോൺ ആണുള്ളത്. നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന് വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 4 ഇലക്ട്രോണും ഈ 3 ഇലക്ട്രോണും നമ്മൾ കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു എക്സസ് ഓഫ് ഒരു എക്സസ് ഓഫ് ഹോൾ വരും. അതിനെയാണ് നമ്മൾ P ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മളത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഒരു ഇലക്ട്രോൺ ആണ്. അതിനെയാണ് നമ്മൾ എക്സസ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുകയും നമുക്കത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ കുറച്ചും കൂടെ ഫീസിബിൾ ആവുകയും ചെയ്യും. അവിടെ നമ്മൾ ഈ 2 സെമി കണ്ടക്ടേഴ്സിന് ജോയിൻ ചെയ്തങ്ങായിട്ട് നമ്മൾ പലതരത്തിലുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്തു. അത്തരത്തിൽ മാനുഫാക്ചർ ചെയ്ത ഡിവൈസുകളാണ് ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ UJT, FET, JFET, SCR, ഡയാക്ക്, ട്രയാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിനെ നമ്മളുടെ ആവശ്യാനുസരണം നമ്മളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിനെ നമ്മൾ പല രീതിയിൽ കമ്പൈൻ ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറിനെയും N ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഒരു സിംഗിൾ ജംഗ്ഷൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഡയോഡാണ്. അതല്ല എങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് P ടൈപ്പും N ടൈപ്പും നമ്മളൊരു 2 ജംഗ്ഷൻ വെച്ചിങ്ങായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രാൻസിസ്റ്ററാണ്. ഇനി ഇതേപോലെ UJTയിലും FETയിലും JFETയിലും MOSFETയിലും ഒക്കെ ഈ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പല രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് 4 ജംഗ്ഷൻ ഉണ്ടാവാം, 3 ജംഗ്ഷൻ ഉണ്ടാവാം, ഒരു ജംഗ്ഷനിൽ തന്നെ വേറെ രീതിയിൽ ഡോപ്പിംഗ് ചെയ്യാം.
വേറെ രീതിയിൽ അതിനെ കമ്പൈൻ ചെയ്യുക, ആ പാർട്ടിൻ്റെ വിഡ്ത്ത് കൂട്ടുക, അതിൻ്റെ ക്യാരിങ് കപ്പാസിറ്റി കൂട്ടുക, അതിൻ്റെ കളക്ടിങ് കപ്പാസിറ്റി കൂട്ടുക. ഇങ്ങനെ ഓരോ ക്രിസ്റ്റലിലും നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് വരുത്തുന്നോ അതനുസരിച്ച് ആ സെമി കണ്ടക്ടർ ഡിവൈസുകളിൽ ചേഞ്ചസ് വരും. അങ്ങനെയാണ് നമുക്ക് UJTയും FETയും SCRും ഡയോഡും ട്രാൻസിസ്റ്ററും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ്. അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും അല്ലെങ്കിൽ N ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സിലബസിൽ ഇപ്പോൾ ഡയോഡ് അല്ലെങ്കിൽ ഡയോഡിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ ആണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ട്രാൻസിസ്റ്റർ നമുക്ക് അത്ര ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ട്രാൻസിസ്റ്റർ ഡിഫൈൻ ചെയ്തിട്ടുമില്ല, മെൻഷൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡിനെ പറ്റി പറയുന്ന സമയത്ത് സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു PN ജംഗ്ഷൻ ഡിവൈസാണ്. ഒരു ജംഗ്ഷനുള്ള 2 സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസാണ് ഒരു PN ജംഗ്ഷൻ ഡിവൈസ് അല്ലെങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ. റെക്ടിഫയർ എന്ന് പറയുന്നത് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്ടിഫയേഴ്സ് നമുക്ക് 2 രീതിയിലാണുള്ളത്. ഒന്ന് നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറും രണ്ടാമത്തേത് ഫുൾ വേവ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഹാഫ് വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറും. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്കൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളുമാണ് ഒരു ഫുൾ സൈക്കിളിൽ ഉണ്ടാവുക. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫുൾ സൈക്കിളിൽ ഹാഫ് പോർഷൻ പോസിറ്റീവും ഹാഫ് പോർഷൻ നെഗറ്റീവുമാണ്. ഇതിനെ നമ്മൾ ഡയറക്റ്റ് കറണ്ടിലേക്ക് ആക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡിൽ നമ്മൾ 2 തരത്തിലുള്ള ബയാസിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അതായത് നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ P ടൈപ്പിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈയും N ടൈപ്പിലേക്ക് നെഗറ്റീവ് സപ്ലൈയും കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു ഫോർവേഡ് ബയാസിംഗ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ കണ്ടക്ടർ ഈ P ടൈപ്പിനകത്ത് നമുക്ക് ഒരുപാട് ഹോൾസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിലെല്ലാം തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഈ P ടൈപ്പിൽ നിന്ന് N ടൈപ്പിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഫ്ലോ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുക. ഇത് നമ്മൾ തിരിച്ച് N ടൈപ്പിലേക്ക് നമ്മൾ പോസിറ്റീവും P ടൈപ്പിലേക്ക് നെഗറ്റീവും കൊടുക്കുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മളുടെ ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡയോഡ് എടുത്തിട്ട് അതിന് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരുന്ന സമയത്ത് P ടൈപ്പിലേക്ക് നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കും, N ടൈപ്പിലേക്ക് നെഗറ്റീവ് സപ്ലൈ ആണ് സ്വാഭാവികമായിട്ടും വരുന്നത്. ആ സമയത്ത് നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുകയും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് DC എന്ന് പറയുന്നത്. DC എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പൾസേറ്റിംഗ് DC എന്നാണ് പറയുക. കാരണം നമ്മളുടെ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക. പക്ഷേ ഇതൊരു ആക്ച്വലി പൾസേറ്റിംഗ് DC ആണ്. ഇതൊരു പൾസേറ്റിംഗ് DC ആണ്. കാരണം ഇതിൽ നമ്മളുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഈ പൾസേറ്റിംഗ് DCനെ പൾസേറ്റിംഗ് അല്ലാതെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഡയറക്റ്റ് കറണ്ട് ആക്കി മാറ്റുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു ഡയോഡിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയോഡ് ആ സമയം ഫോർവേഡ് ബയാസിങ്ങിലാവുകയും ആ കറണ്ട് കണ്ടക്ട് ചെയ്യുകയും എന്താണോ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തത് അത് അങ്ങനെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യും. സപ്പോസ് ഇവിടെ നമ്മൾ അടുത്ത ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ ഡയോഡിലേക്ക് വരുമ്പോൾ ആ ഡയോഡ് അപ്പോൾ റിവേഴ്സ് ബയാസിങ്ങിലാണ്. ആ ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലാവുന്നതോടുകൂടെ ആ ഡയോഡ് ആ സമയത്ത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്തായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അങ്ങനെയാണ് നമുക്കൊരു ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ ഹാഫ് വേവ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഹാഫ് വേവ് റെക്ടിഫയർ കൊണ്ട് നമുക്ക് പ്രാക്ടിക്കലി പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വരാമെന്നല്ലാതെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന DC ആണ്. അപ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് എടുക്കണം. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടില്ല. ഒരു ഡയോഡിനെ നമുക്ക് നെഗറ്റീവ് ഫോർവേഡ് ബയാസിങ്ങിൽ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയോഡിന് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്തായാലും റിവേഴ്സ് ബയാസിങ്ങിലേ വരുള്ളൂ. അപ്പോൾ ആ റിവേഴ്സ് ബയാസിങ്ങിൽ വരുന്ന ഡയോഡിനെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയോഡിന് തിരിച്ച് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ 2 ഡയോഡുകളെ യൂസ് ചെയ്യും. ഈ 2 ഡയോഡിനെ യൂസ് ചെയ്തിട്ട് ഫോർവേഡ് ബയാസിങ്ങിൽ ഒരു ഡയോഡ് വർക്ക് ചെയ്യും,
പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആദ്യത്തെ ഡയോഡ് വർക്ക് ചെയ്യുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ രണ്ടാമത്തെ ഡയോഡ് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റെക്ടിഫയറുകളാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഔട്ട്പുട്ട് ഇതിനെയാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് സർക്യൂട്ട് ഉള്ളത്. ഒന്ന് സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും. ഈ ബ്രിഡ്ജ് റെക്ടിഫയർ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ലോഡ് എടുക്കുകയും ബാക്കിയുള്ള രണ്ട് ടെർമിനലിൽ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയോഡിൻ്റെ അല്ലെങ്കിൽ റെക്ടിഫയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ തന്നെയാണ്. അപ്പോൾ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് ലോസസും നമുക്കുണ്ടാവും. ഇതിനെ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 4 ഡയോഡുകൾ, ഈ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ 4 ഡയോഡുകൾ ഒരു ബ്രിഡ്ജ് കൺസെപ്റ്റിൽ നമ്മളുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കൺസെപ്റ്റിൽ 4 ഡയോഡുകളെ കണക്ട് ചെയ്യുകയും ആ 4 ഡയോഡുകളിൽ 2 ഡയോഡ് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുകയും അടുത്ത 2 ഡയോഡ് ഒരുമിച്ച് കണ്ടക്ട് ചെയ്യുകയും ചെയ്തിട്ട് നമ്മളുടെ സർക്യൂട്ടിനകത്ത് ഫുൾ വേവ് റെക്ടിഫയർ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന റെക്ടിഫയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ക്ലിയർ? ഇതിൽ അറ്റ് എ ടൈം 2 ഡയോഡ് കണ്ടക്ട് ചെയ്യും. അറ്റ് എ ടൈം 2 ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് കിട്ടുകയും സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകൾ ഇതിനകത്ത് ഉണ്ടാവുകയും ഇല്ല. അപ്പോൾ ഇതാണ് നമുക്ക് റെക്ടിഫയറുമായി ബന്ധപ്പെട്ട് ജനറലി ഔട്ട്ലൈൻ പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എലാബറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കുകയില്ല. നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന കുറച്ച് വാല്യൂസും കുറച്ച് ഇക്വേഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ റെക്ടിഫയറുകളെ ഒന്ന് കമ്പയർ ചെയ്യണം. ഹാഫ് വേവ് റെക്ടിഫയറും സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും. ഇതിനെ നമ്മൾ മൂന്നിനെയും നമുക്കൊരു കമ്പാരിസനാണ് നമുക്ക് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഈ ഒരു പോർഷനിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ ഓഫ് ഡയോഡ്, ഓരോ റെക്ടിഫയറിലും എത്ര ഡയോഡ് യൂസ് ചെയ്യുന്നു. ഹാഫ് വേവ് റെക്ടിഫയറിൽ 1 ഡയോഡാണ്, ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡാണ്, ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമ്മൾ 4 ഡയോഡ് യൂസ് ചെയ്യും. ഇനി പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എല്ലാത്തിൻ്റെയും സെയിം ആയിരിക്കും, മറ്റ് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. നമ്മളുടെ പിന്നെ പറയാനുള്ളത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളുടെ എത്ര ഔട്ട്പുട്ട് വരുന്നു. നമ്മളിതിനകത്ത് ഹാഫ് വേവ് റെക്ടിഫയറിനകത്ത് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സോഴ്സിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് കിട്ടുക. നേരെ മറിച്ച് നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിൽ വരുന്ന സമയത്ത് ഹാഫ് വേവിലും ഉണ്ട്, ഫുൾ വേവിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സോഴ്സിൻ്റെ പീക്കിൻ്റെ ഡബിൾ ആണ് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. 2Vs ഫുൾ വേവ് റെക്ടിഫയർ ബ്രിഡ്ജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് Vs അല്ലെങ്കിൽ V മാത്രമാണ് വരിക. അടുത്തത് റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് F2F റിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിളിൽ എത്ര ഈ ഒരു എന്താ പറയുക ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ഔട്ട്പുട്ടിൽ എത്ര ഫ്ലിക്കറിംഗ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫ്ലക്ച്വേഷൻസ് ഉണ്ട് എന്നുള്ളത് ആണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പിളിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫിൽട്ടർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിൽട്ടർ സർക്യൂട്ടുകൾ നമുക്ക് പലതരത്തിലുള്ള ഫിൽട്ടർ സർക്യൂട്ടുകളുണ്ട്. നോർമലി ഫിൽട്ടർ സർക്യൂട്ടിൻ്റെ ബേസിക് കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, ആ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടൊരു കപ്പാസിറ്റർ ഇൻപുട്ടിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതൊരു RC ഫിൽട്ടറായിട്ട് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കൂടെ കപ്പാസിറ്ററും ഇൻഡക്ടറും രണ്ടും നമുക്ക് ഫിൽട്ടർ സർക്യൂട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ ഇൻഡക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു LC ഫിൽട്ടർ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പൈ ഫിൽട്ടർ യൂസ് ചെയ്യാം. പൈ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ പൈ ഷേപ്പിനകത്തേക്ക് നമ്മൾ എന്തിനെ കണക്ട് ചെയ്യുന്നു, കപ്പാസിറ്ററിനെ കണക്ട് ചെയ്തിട്ടാണ് പൈ ഫിൽട്ടർ. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ 2 കപ്പാസിറ്റർ ഇങ്ങനെയും ഡയോഡ് ഇങ്ങനെയും വെക്കുന്നതിനെയാണ് നമ്മൾ പൈ ഫിൽട്ടർ എന്ന് പറയും. അപ്പോൾ ഫിൽട്ടർ സർക്യൂട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകുന്നില്ല, കാരണം അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ PSC ഒക്കെ കുറേ വിട്ട കാര്യങ്ങളാണ്. അതും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കാനും അതിനകത്ത് ഉണ്ടാവുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പവർ ഇലക്ട്രോണിക്സിലേക്കാണ് നമ്മൾ പോവുക. പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് കുറച്ച് ഡിവൈസസുകൾ എന്തൊക്കെയാണെന്നും ഓരോ ഡിവൈസസിൻ്റെയും ടെർമിനൽസ് ഏതൊക്കെയാണെന്നും
ഓരോ ഡിവൈസിൻ്റെയും അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.